എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നെന്താ വെച്ചാൽ വളരെ വെറൈറ്റി ആയിട്ട് ഇത്രയും വ്യത്യസ്തമായ വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന്. അതായത് നമുക്ക് ഒന്നാമത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിപ്പോൾ നമ്മൾ ചിത്രീകരിച്ച് കാണാനും അത് ചിത്രീകരിക്കുന്ന സമയത്താണ് അങ്ങനെ ആ ഒരു യാത്ര, അങ്ങനത്തെ ഒരു വഴിയിൽ കൂടിയാണ് ഇന്നത്തെ യാത്ര. അതായത് ഞാൻ ചെറുപ്പം മുതൽക്ക് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു വഴി. അത് ആദ്യമൊക്കെ ചെറിയ വഴിയായിരുന്നു, പിന്നെ അത് ഇങ്ങനെ പഞ്ചായത്ത് റോഡാക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ ടാർ ചെയ്തു, അങ്ങനെ അങ്ങനെ പല മാറ്റങ്ങളും വന്ന അങ്ങനത്തെ ഒരു വഴിയാണ്. അതായത് ഞങ്ങൾ തറവാട് വീടിൻ്റെ മുന്നിലൂടെ പോയി നേരെ ഇങ്ങനെ പന്തലൂർ അങ്ങാടിയിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട്. പിന്നെ അതുപോലെ ആ റോഡിൻ്റെ തന്നെ ഒരു വശത്ത് നിന്ന് നേരെ പോകുന്നത് മഞ്ചേരിക്കാണ്. മഞ്ചേരി റോഡിൽ തട്ടും മെയിൻ റോഡിലേക്ക് പന്തലൂർ അങ്ങാടി വഴിയുള്ള. അതായത് അത്രയും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടവഴിയിരുന്ന വഴി കുട്ടിക്കാലം മുതൽക്ക് ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ. അപ്പോൾ ആ വഴിയിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു യാത്ര കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇതിപ്പോൾ മഞ്ചേരിയിൽ നിന്ന് പന്തലൂർ ഭാഗത്തേക്കുള്ള റോഡാണ്. നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് വന്ന് ആ റോഡാണിത് വന്ന് നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഇതിപ്പോൾ ഏകദേശം നമുക്കെന്ന് വെച്ചാൽ ചിറ്റത്തുപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളൊരു മുൻപ് ഒരു മീൻ കടേൻ്റെ വീഡിയോ കിട്ടില്ല, അപ്പോൾ ആ മീൻ കടേൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥലമാണിത്, പന്തലൂർ ഭാഗത്തേക്കുള്ള റോഡിന്. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ തുടങ്ങുകയാണ്. ഇതൊക്കെ ഞങ്ങൾ നടന്നിരുന്ന വഴികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നത്. കാരണം നമുക്ക് ആ ഒരു പുറകിലെ റോഡിൻ്റെ അവിടുന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങി വരുന്നത്. അപ്പോൾ ഇതങ്ങനെ പോവുകയാണ് നമ്മൾ. ഇന്ന് രാവിലെയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. വെയിലൊക്കെ വരുന്നതിൻ്റെ അങ്ങനെ അധികം ഇതായിട്ടില്ല. സമയം ഏകദേശം ഒരു 8:30 ആയിട്ടേ ഉള്ളൂ. 8:30 മണിയോടുകൂടിയൊക്കെയാണ് പോകുന്നത്. വല്ലാതെ വെയിൽ വരുമ്പോഴേക്ക് വേഗം പോയി വരാൻ, അങ്ങനെ അധികം ദൂരമല്ലേ ഈ സ്ഥലങ്ങളൊന്നും തമ്മിൽ. അപ്പോൾ ഇവിടെ ഇനി ഇങ്ങനെ ഇവിടുന്ന് വലത്തോട്ട് റോഡ് പോകുന്നതാണ് അമ്പലത്തിൻ്റെ അവിടേക്കുള്ള റോഡ്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് കയറാതെ നേരെ പോവാണ്. അതിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മളിതാ നേരെ ഇങ്ങനെ പോവാണ്. ഇത് പന്തലൂർ ടൗണിലേക്ക് പോവാണ്. ആ വലതുഭാഗത്ത് മേലെ കയറി പോകുന്ന റോഡുണ്ട്, അതാണ് നമുക്ക് ഇനി അമ്പലത്തിൻ്റെ പിന്നെ പുറകു വശത്തേക്കുള്ള റോഡ്. ഇത് നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പന്തലൂർ ടൗൺ വഴി നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തേക്കാണ് പോകുന്നത്. നമ്മൾ ആ മുൻവശത്തു കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. പല പ്രാദേശികമായ പേരിൽ അറിയപ്പെടുന്ന പല പല സ്ഥലങ്ങളാണ്. ഇത് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടേക്ക് അതാണ് പറയുക ഈ ഒരു ഭാഗത്തിന്. അപ്പം അങ്ങനെ ഓരോ ഭാഗത്തിനും ഓരോ പ്രാദേശികമായ പേരുണ്ട്. പക്ഷേ ഇതെല്ലാം പന്തലൂർ ഗ്രാമത്തിൽ ആ വില്ലേജിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. വളരെ മനോഹരമായ നാട്ടിൻപുറമാണ്. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല വികസനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ തനി നാട്ടിൻപുറ കാഴ്ചകൾ തന്നെയായിരുന്നു. ഇപ്പം എന്നാലും അത്യാവശ്യം നല്ല വികസനമൊക്കെ വന്ന് അങ്ങനെ ആയി വരുന്നുണ്ട്. ഈ റോഡ് നേരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം നമ്മൾ യാത്ര ഈ ഒരു റോഡിൻ്റെ ആ ഒരു ഭംഗി, ഗ്രാമഭംഗി കണ്ടുകൊണ്ടാണ് ഉള്ള യാത്രയാണ് മുഴുവനായിട്ട്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ മില്ലുംപടി എന്ന് പറഞ്ഞ ഒരു പ്രാദേശികമായ ഒരു സ്ഥലം അടുത്തതെത്തി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വരുന്നത് ഇപ്പോൾ അതാണ്, മില്ലുംപടിയാണ്. അടുത്തത് നമുക്ക് ഇനി പന്തലൂർ എന്ന് പറഞ്ഞ ടൗണാണ്. പന്തലൂരിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൗണാണ്. അവിടേക്കാണ് ഇനി നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് UP സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളൊക്കെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ സ്ഥിരം നടന്നു വരുന്നതാണല്ലോ, അന്നൊക്കെ നടന്നാ വന്നിരുന്നത്. അങ്ങനെ നമ്മൾ പന്തലൂർ ടൗണിലേക്ക് ഏകദേശം എത്തി തുടങ്ങി. ഇപ്പോൾ നമ്മൾ പന്തലൂർ ടൗണിൽ ഇപ്പോൾ കണ്ടോ. അപ്പോൾ അവിടെ ഒരു ബസ് നിൽക്കുന്നത്, അവിടെയാണ് ബസ് സ്റ്റോപ്പ്. മഞ്ചേരിക്കുള്ള ബസ് കയറുന്ന സ്ഥലം ഇതാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പ് നമുക്കൊരു മറക്കാൻ കഴിയാത്ത സ്ഥലമാണ്. ഒരുപാട് ബസ് കയറിയിട്ടുള്ള സ്ഥലമാണിത്, അതായത് ആ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ പന്തലൂർ ടൗണാണിത്. ഇപ്പോൾ രാവിലെ ആയിട്ട് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. 9 മണിയൊക്കെ ആവും കടകളൊക്കെ തുറന്നു വരുമ്പോഴേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡിനാണ് ഇനി പോകുന്നത്. ഇതുകൊണ്ട് ചെറിയ റോഡ്, ആ നേരെ പോകുന്ന റോഡ് പാണ്ടിക്കാട് ഭാഗത്തേക്കുള്ള റോഡാണ്, പുറവമ്പുറം വഴി. ഇത് നമ്മളൊരു പോക്കറ്റ് റോഡ് കണ്ടില്ലേ. പന്തലൂർ ടൗണിൽ ഇതാ വലത്തെ ഭാഗത്ത് ഇത് കാണുന്നതാണ് ഞാനൊക്കെ പഠിച്ച പന്തലൂർ GLP സ്കൂള്. നമ്മൾ പണ്ട് സ്കൂളിൻ്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു തരുന്ന ആ ഒരു സ്ഥലത്തെ സ്കൂളാണിത്. അപ്പോൾ ആ ഒരു പോക്കറ്റ് റോഡിന് അങ്ങനെ പോകണം. അമ്പല റോഡാണിത് കണ്ടോ. വലത്തെ ഭാഗത്ത് കാണുന്നത് GLP സ്കൂളാണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതിലൂടെ നടന്നു വന്നിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വന്നിരുന്നത്. അങ്ങനെ ഒരു നൊസ്റ്റാൾജി കൂടി നമുക്ക് ഇന്നിപ്പോൾ ഈ കാണുന്നതിൽ ഉണ്ട്. ഞങ്ങളെ അനുഭവങ്ങളാണ് ഈ ഒരു വഴികൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അങ്ങനെ ചെറിയ റോഡിന് നേരെ ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ ആദ്യകാലത്ത് ചെറിയ വഴികളായിരുന്നു, പിന്നീടാണ് റോഡൊക്കെ ആക്കി മാറ്റിയത്. അപ്പം അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ പാടത്തിൻ്റെ, അതായത് വയലിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയായി. ഇവിടെയൊക്കെ നിറയെ 2 സൈഡിലും നിറയെ വീടുകളാണ്. ഇപ്പം ഞങ്ങളെ നാട്ടിലുള്ള നമ്മളെ സുഹൃത്തുക്കളും എല്ലാം
ആയിട്ടുള്ള പല കുടുംബ സുഹൃത്തുക്കളെല്ലാം താമസിക്കുന്ന ഭാഗം തന്നെയാണ് ഇതൊക്കെ. ഇനി നമ്മളിതാ പാടത്തേക്ക്, അതായത് വയലിലേക്ക് പ്രവേശിച്ചു. വയലിൻ്റെ നടുവിലൂടെയുള്ള റോഡാണിത്. ഈ റോഡും പ്രാദേശികമായ റോഡ്. ആദ്യം ചെറിയ വരമ്പായിരുന്നത്. ഇനിയിപ്പോൾ ഈ റോഡ് നേരെ അങ്ങനെ പോകുന്നുണ്ട്. നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പന്തലൂർ ഹൈസ്കൂൾ ഭാഗത്തേക്ക് എത്തും. അതിലൂടെയാണ് ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ മുന്നിലൂടെ പോയ വഴി. ഇത് നേരെ അങ്ങനെ തിരിഞ്ഞ് ഈ റോഡ് മെയിൻ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് പന്തലൂർ അമ്പലത്തിന് മുന്നിലൂടെയുള്ള വഴിയാണ്, റോഡാണിത്. നമ്മളെ മുൻ വീഡിയോകളിലൊക്കെ ചിലതൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ചെറിയ മുൻപ് വശത്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അഖണ്ഡനാമം അങ്ങനെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് അമ്പലത്തിലെ. അപ്പോൾ കണ്ടില്ലേ, നല്ല മനോഹരമായ വയലിൻ്റെ ദൃശ്യങ്ങൾ. വിശാലമായൊരു വയൽ തന്നെയാണ്. നമ്മൾ റോഡിന് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കോൺക്രീറ്റ് റോഡാണ്. വളരെ പതുക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് കാണാം. കണ്ടോ? അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തെ കവാടം, കിഴക്കേ നട, അവിടെ എത്തി. നമ്മൾ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ആൽത്തറ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വലതുവശത്ത് കുളമാണ്, ക്ഷേത്രക്കുളം. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. കാരണം നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു റോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ക്ഷേത്ര ദർശനം ഇല്ല. നമ്മളിന്ന് ഈ ഒരു വഴികൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇനി ഇവിടുന്ന് തിരിച്ച് നേരെ ഇനി നമ്മൾ പോവാണ്. മുൻവശത്ത് കണ്ടില്ലേ കുളം. പിന്നെ നമ്മൾ നേരെ വന്ന വഴിക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാം. അമ്പലത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക്. തറവാട് വീടിൻ്റെ വീഡിയോൻ്റെ ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ മുൻവശത്തെ വഴിയിൽ നിന്ന് വന്ന് ഇനി ഇവിടുന്ന് ഒരു വഴി വലത്തെ ഭാഗത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. അതാണിപ്പോൾ ഈ വഴി. മുൻവശത്ത് നമ്മൾ വന്ന വഴി അങ്ങനെ അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് അമ്പലത്തിൻ്റെ മുൻവശത്ത് നിന്ന് ഒരു റോഡ്. ഈ റോഡാണ് ഇനി നേരെ നമ്മൾ പോയിട്ട് ഞങ്ങളെ വീടിൻ്റെ മുൻവശത്ത് കൂടെ പോകുന്ന ഒരു റോഡ്. ഇത് ചെറിയ റോഡാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഞങ്ങൾ കളിച്ച സ്ഥലങ്ങളാണ്. പണ്ട് കളിക്കാനുള്ള ഒരു സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അന്നൊക്കെ ഒന്നും ഇത്ര അധികം ഇങ്ങനെ അന്ന് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. അത് ചെറിയ വഴിയായിരുന്നു. ആദ്യം ചെറിയ ഇടവഴിയായിരുന്നു. അതാണ് പിന്നീട് ഇങ്ങനെ ഒരു റോഡ് ഒക്കെ ആക്കിയത്. ഒക്കെ നമ്മളെ സുഹൃത്തുക്കൾ, ഈ പറഞ്ഞ പോലെ കുടുംബ സുഹൃത്തുക്കളെല്ലാം താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. അമ്പലത്തിൻ്റെ ഒരു മുൻവശത്ത് നിന്നുള്ള കാഴ്ചയിൽ അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ഈ അടുത്തുള്ള ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് അമ്പലവട്ടം എന്നാണ്. ഈ ഒരു വഴി ഇങ്ങനെ വന്നു. ഇതൊക്കെ ഈ ഇടത്തെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വലത്തെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു പോവാണ്. ഇതൊക്കെ ആദ്യകാലത്ത് ഉണ്ടായതാ. ഇപ്പം ഈ ഒരു റോഡൊക്കെ ഇപ്പം ഇവിടെ കാണുന്നതൊക്കെ ആദ്യം ഉണ്ടായ പഞ്ചായത്ത് റോഡിൻ്റെ പെട്ടതാണ്. പിന്നീടാണ് മറ്റ് റോഡുകളൊക്കെ ഇങ്ങനെ വന്നത്. ആദ്യം വന്ന റോഡുകളിൽ പെട്ട ഇതാണ്. റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുന്നതാണ് ഇപ്പം എൻ്റെ ഒരുപാട് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ പറഞ്ഞാൽ തീരാത്തത്ര ഓർമ്മകളാണ്. ഇപ്പോൾ ഈ ഒരു വഴിയിലെ സൈഡിലുള്ളൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ കളിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. വലത്തെ ഭാഗത്ത് കാണുന്ന അതുപോലുള്ള സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ ഒരുപാട് ഓടി കളിച്ച ഒരു ഓർമ്മ പറഞ്ഞാൽ തീരില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡൊക്കെ നല്ല വിശദമായിട്ട് തന്നെ കാണിച്ച് അങ്ങനെ പോകുന്നത്. കാരണം ഞങ്ങൾ ഇടവഴുകിയിരുന്ന വഴികൾ. അമ്മയ്ക്കാണെങ്കിൽ ഒക്കെ അവരൊക്കെ ഇടയ്ക്കൊക്കെ ഈ ഒരു വഴിക്ക് ഇങ്ങനെ വരലുണ്ട്. അടുത്ത വീടുകൾ. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അടുത്ത വീടുകൾക്ക് എത്താനായി ഇപ്പോൾ.
ആ ഭാഗത്തേക്ക് എത്തി. ഇപ്പം നമ്മൾ നേരെ അങ്ങനെ നമ്മളെ വീടിൻ്റെ പടിക്ക് എത്താനായി. ഇതാ നമ്മളെ വീടിൻ്റെ തറവാട് വീടിൻ്റെ പടിക്കിലൂടെയാണ് പോകുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ച. ഇതാണ് ഇപ്പോൾ ഞങ്ങളെ തറവാട് വീട്. അങ്ങനെ വീടിൻ്റെ നമ്മൾ അങ്ങനെ വന്നു. മുൻവശത്തൂടെ ഇതിങ്ങനെ പോവാണ് ഈ റോഡ്. വലത് വശത്ത് ആയിട്ട് കാണുന്നത് പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം, അതായത് ഞങ്ങളുടെ തറവാട് വീടിൻ്റെ മുൻവശത്ത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ തറവാട് വീട് തൊട്ടപ്പുറത്ത് ഈ അടുത്ത സൈഡിൽ. അത് കഴിഞ്ഞ് നമ്മളിതാ വണ്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോന്ന് പുറകിലെത്തി. ഇപ്പോൾ പുറകിൽ കണ്ട ഇവിടെ ബോർഡൊക്കെ കാണാം, പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ മുന്നിൽ കാണുന്ന വഴിയുണ്ട്, ഇനി അതിനാണ് പോകേണ്ടത്. അങ്ങനെ നേരെ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പുറകുവശത്ത് പടിഞ്ഞാറേ നട, ഈ ഇടത്തെ ഭാഗത്താണ് ഞങ്ങളുടെ തറവാട് വീട്. അപ്പോൾ അതിലെങ്ങനെ വന്ന് നമ്മളിതാ പടിഞ്ഞാറേ നടയിലുള്ള ഈ ഒരു റോഡ്, ഈ റോഡ് നേരെ അങ്ങനെ പന്തല്ലൂരിൽ നിന്ന് മഞ്ചേരിക്ക് പോകുന്ന റോഡിലേക്ക് തട്ടും. നമ്മൾ അവിടെ ആദ്യം വന്ന സമയത്ത് ഈ റോഡിലേക്ക് കയറാതെ നേരെ പോയിരുന്ന ആ ഒരു സ്ഥലം, അവിടേക്കാണ് എത്തുന്നത്. അതാണ് ഇപ്പം ഇനി ഈ റോഡ്. ഇതൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ റേഷൻ കടയ്ക്കൊക്കെ പോയിരുന്നു ഈ ഒരു ഭാഗത്തിലൂടെ, അതായത് ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ പോയാൽ അവിടെ ഇരുന്നു റേഷൻ കടയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ഇവിടെ ചെറിയ കടകളൊക്കെ അന്നുണ്ടായിരുന്നു. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അന്ന് ചെറിയ പലചരക്ക് കടകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒക്കെ പോയി, പിന്നെ അതിന് ശേഷം കടകൾ പുതിയതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പൊ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു. ആ വഴികളാണ് തന്നെ ഒരു ഗ്രാമപ്രദേശം തന്നെ. ഇപ്പൊ ഒക്കെ പിന്നെ ഇങ്ങനെ ഒരുപാട് വീടുകൾ വന്നു. അന്ന് ഇത്ര അധികം വീടുകളൊന്നും ഇല്ല ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഒരു കട ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്, വലതുവശത്തൊരു കട ഉണ്ട്. അതൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നതാണ്, ആദ്യകാലത്തൊന്നും ഇല്ല. ഒക്കെ മുൻകാലങ്ങളിൽ ചെറിയ ഇടവഴികളാണ് ആദ്യ കാലങ്ങളിലൊക്കെ. പിന്നീടാണ് നമ്മളെ നാട്ടിൽ വികസനമൊക്കെ വന്ന്, റോഡുകളൊക്കെ വന്ന്, പിന്നെ വൈദ്യുതി വന്നത്. ഒക്കെ അതിന് ശേഷം വന്ന മാറ്റങ്ങളാണ്. ആദ്യകാലത്തൊന്നും ഇപ്പം അച്ഛനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത്, ആ കാലത്തൊക്കെ അതായത് അവരെ പറഞ്ഞൊരറിവ്, അച്ഛനൊക്കെ പറഞ്ഞ അറിവാണ്. അന്നൊക്കെ ഇത്തരം സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ തനി നാട്ടുമ്പുറം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പന്തല്ലൂർ ടൗണിൽ നിന്നുള്ള മെയിൻ റോഡ് ആ റോഡാണ്. ഇവിടേക്ക് നമ്മൾ എത്തി. ഇവിടെ കയറാതെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ നേരെ പോയത് പന്തല്ലൂർ ടൗണിലേക്ക്. കണ്ടോ, ഏകദേശം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വഴിക്ക് വരാത്ത ആളുകൾക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് ആ ഒരു പോക്കറ്റ് റോഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പുറകിലൂടെ നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നില്ല, ആ റോഡ് നേരെ വന്ന് തട്ടുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണും. ഇപ്പോൾ വലത്തെ സൈഡിൽ കണ്ടില്ലേ, ഇവിടെ ഇത് നേരെ പാണ്ടിക്കാട് ആ ഭാഗത്തേക്കുള്ളതാണ്. റോംബ്രം വഴി പാണ്ടിക്കാട് എത്തും. ഇപ്പോൾ നമ്മൾ നേരെ ഇനി മുന്നോട്ട് പോകാൻ പോകുന്ന റോഡ് എന്ന് പറയുന്നത് മഞ്ചേരി റോഡാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരെ മഞ്ചേരി റോഡ് ഇങ്ങനെ പോയിട്ടാണ്. ഇനി ഞങ്ങളൊക്കെ മഞ്ചേരിയാണ് താമസിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി എനിക്ക് പോകാനുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങനെ പോവാണ്. ഇതാണ് ഇപ്പോൾ ആ റോഡ്. നമ്മൾ ആ ഉൾഭാഗത്തൂടെയൊക്കെ വന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടുക ഇവിടേക്ക് എത്തി. ഇവിടെ ഇപ്പോൾ ആദ്യകാലത്തൊന്നും ഇല്ല, പിന്നെ അധികമായിട്ടില്ല, കുറച്ചു കാലമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് അതൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു വശത്ത് കാണാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ്, ഒരുപാട് പഴക്കമൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ ഈ ഒരു റോഡിലെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് ആണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് മുൻഭാഗത്തായിട്ട് അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. നല്ല ഉഗ്രൻ ചൂടാണ്. ഇപ്പോൾ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. അതായത് നമ്മളെ വീഡിയോ റോഡ് കാണിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയതാണ്, നമ്മൾ വണ്ടി നിർത്തിയിട്ടതാണ്. ഇവിടുന്നാണ് നമ്മൾ റോഡ് തുടങ്ങി കാണിച്ചത്. ഈ റോഡിന് നമ്മൾ നേരെ പോയി പന്തലൂർ ടൗണ് വഴി നമ്മൾ നേരെ അമ്പലോട്ടം റോഡിന് പോയി, ആ പാടത്ത് കൂടെയുള്ള റോഡിന് പോയി. അതും കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ അതിലൂടെ അമ്പലത്തിൻ്റെ ആ മുന്നിൽ നിന്നുള്ള അതൊക്കെ കണ്ട് തിരിച്ച് നേരെ ഞങ്ങൾ നേരെ നമ്മൾ ചെറിയ വഴി അതിലൂടെ ഞങ്ങൾ വീടിൻ്റെ മുന്നിലൂടെ മേലോട്ട് പോകുന്ന വഴിയാണ്. ആ വഴിയിലൂടെ വന്ന് നമ്മൾ അമ്പലത്തിൻ്റെ പുറകിലെത്തി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ആ റോഡിലൂടെ വന്ന് നമ്മൾ മെയിൻ റോഡിലെത്തി. ഇപ്പം നേരത്തെ ഞാൻ അവിടെ കാണിച്ചത് അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ പെട്രോൾ പമ്പ് കണ്ടില്ലേ, അതും കഴിഞ്ഞത് ഇവിടെ തുടക്കായി. ഇനി നേരെ പോകുന്ന റോഡ് മഞ്ചേരിക്കാണ്. അത് നേരെ അങ്ങനെ പോകുന്നത്, പുറകിലേക്കല്ല, നേരെ പോകുന്ന റോഡ് അത് മഞ്ചേരിക്കെത്തും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട്. കാരണം ഞാൻ കുട്ടിക്കാലത്തും നല്ല ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുന്ന അതുവരെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു സാധാരണ നമ്മൾ ഗ്രാമ വഴി അതാണ്. ഇനിയിപ്പോൾ ഈ മഞ്ചേരിയിൽ നിന്നുള്ള വഴി, അതുപോലെ മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാടിക്ക് പോകുന്നൊരു വഴിയുണ്ട്, ഞങ്ങൾ റോഡിന് പോകുന്ന വഴി, മെയിൻ റോഡായിട്ടില്ല. അത് നമുക്ക് വേറൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.